കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കഥകൾ, അതിൽ തന്നെ ഒരുപാട് കഥകളുണ്ട്. പക്ഷെ അതറിയാതെ നമുക്ക് പല ഇതിലും ഒരുപാട് കഥകളെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കഥയാണ് ഒരു കേവത് എന്ന് പറയുന്ന ഒരു ബോട്ടുകാരന്റെ കഥ. അതായത് ഭഗവാൻ, നമുക്കറിയാം ഭഗവാൻ 14 വർഷത്തെ വനവാസത്തിന് പോകുന്ന സമയത്ത് അയോധ്യയിലെ എല്ലാ ജനങ്ങളും ഭഗവാന്റെ കൂടെ പോരും. കാരണം അവർക്ക് അത്രയും ഭഗവാനെ ഇഷ്ടമായതുകൊണ്ട് അയോധ്യയിലെ എല്ലാ ജനങ്ങളും ഭഗവാന്റെ കൂടെ പോവായിരുന്നു. അപ്പോ ഈ ഭഗവാന്റെ കൂടെ ഇവരെല്ലാരും കൂടെ പോകുമ്പോഴത്തേക്കും ഭഗവാനെ യഥാർത്ഥ കാര്യം, ഈ വനവാസത്തിന് പോവേണ്ടി വന്ന യഥാർത്ഥ കാര്യം നടക്കില്ല. കാരണം ഇതെല്ലാം പ്ലാൻ ചെയ്തത് ആരാണ്? ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. ഈ ഈ വനവാസത്തിന് പോകുന്നത്. കാരണം എങ്കിലേ അവിടെ വെച്ച് രാവണന് സീതയെ തട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അവിടെ ആ സമയത്ത് യഥാർത്ഥ സീതാദേവി അവിടെ നിന്ന് മാറ്റിയിട്ട് മായാസീതയെ സീതാദേവിക്ക് പകരം അവിടെ നിർത്തുന്നത്. അപ്പൊ ഇവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ, ഈ അയോധ്യാവാസികൾ എല്ലാവരും ഭഗവാന്റെ കൂടെ വനവാസത്തിന് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പം ഇവരെ തിരിച്ച് ഭഗവാന്റെ ഇവിടേക്ക് തന്നെ എന്താ പറയാ, അയോധ്യയിലേക്ക് തന്നെ തിരിച്ചു വിടണം. കാരണം ഇവർക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവരെയൊക്കെ നോക്കാനുണ്ട്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഭഗവാന്റെ കൂടെ വരാൻ പറ്റില്ല. അപ്പോ ഭഗവാൻ എന്ത് ചെയ്യും? പക്ഷെ ഇവര് പോത്തൂല. ഭഗവാന്റെ ആ ഒരു ഇതായതുകൊണ്ട് ഇവർക്ക് ഭഗവാനെ വിട്ടു പോവാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇവര് വരുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ പോകും. അപ്പൊ ഇവരെ തിരിച്ച് ഭഗവാന്റെ കൂടെയല്ലേ വരുന്നത്. അപ്പൊ ഇവര് തിരിച്ച് ഭഗവാന്റെ കൂടെ തന്നെ ഇങ്ങനെ വരും. അപ്പൊ ഇവര് തിരിച്ച് ഇപ്പൊ ഭഗവാൻ എവിടെയാണോ നിന്നത് അവിടെ നിന്ന് അയോധ്യയിലേക്ക് പോവാണ്. വീണ്ടും തിരിച്ച് അയോധ്യയിലേക്ക് പോവാണ്. അയോധ്യയിലേക്ക് കയറുന്നതിന് മുമ്പ് അപ്പൊ ഈ ഭഗവാൻ അയോധ്യയിലേക്ക് കയറുന്ന പറഞ്ഞപ്പോ ഇവരും അയോധ്യയിലേക്ക്. പക്ഷെ അവിടെ നിന്ന് ഭഗവാൻ അതായത് പറന്ന് തിരിച്ച് കാട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇവര് നോക്കുമ്പോ ഭഗവാൻ അയോധ്യ വരെ വന്നു, പിന്നെ ഭഗവാനെ കാണുന്നില്ല. അപ്പൊ ഇവർക്ക് വഴി തെറ്റി. കാരണം ഇവര് ഭഗവാന്റെ കൂടെയാണ് തിരിച്ചു വന്നത്. പക്ഷെ പിന്നെ ഭഗവാനെ കാണുന്നത്. അപ്പൊ ഭഗവാൻ പറന്ന് തിരിച്ച് കാട്ടിലോട്ടെത്തി. അപ്പൊ ഇവര് തിരിച്ച് അയോധ്യയിലേക്ക് കയറുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് വേറെ ഭഗവാൻ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവർ അയോധ്യയിലേക്ക് കയറുകയും ചെയ്തു. അപ്പൊ ഇവര് ഭഗവാനെ തേടി വന്നായിരുന്നു. പക്ഷെ ഭഗവാൻ അതിനു മുമ്പ് നദി കടക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പൊ നദി കടക്കാൻ വേണ്ടി നിന്നപ്പോ അവിടെ ഒരു ബോട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കേവത് എന്നാണ്. അപ്പൊ അദ്ദേഹം ഭഗവാനും സീതാദേവിയും ലക്ഷ്മണനും ഒരുമിച്ചുണ്ട്. അപ്പൊ അവര് നദി കടക്കാൻ വേണ്ടി ബോട്ടിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ കേവത് പറഞ്ഞു, ഞാൻ നിങ്ങളെ ബോട്ടിൽ അപ്പുറത്ത് എത്തിക്കാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് പറയും. അപ്പോ ഭഗവാൻ ചോദിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ പറയും, ഞാൻ അങ്ങേ ബോട്ടിലെ അപ്പുറത്ത് എത്തിക്കണമെങ്കിൽ അതിനു മുമ്പ് എനിക്ക് അങ്ങയുടെ പാദം കഴുകണം എന്ന് പറയും. അപ്പൊ ഇതെന്ത് കണ്ടീഷനാണ്? ഭഗവാന്റെ പാദം കഴുകുന്നത് എന്ത് കണ്ടീഷനാണ്, എന്തിനാണെന്ന് ചോദിക്കും അദ്ദേഹത്തിനോട്. അപ്പൊ അദ്ദേഹം പറയും, അങ്ങ് ഈ വരുന്ന വഴിക്ക് ഓരോ കല്ലിനെയും ചവിട്ടുമ്പോ ആ കല്ലെല്ലാം ഒരു സുന്ദരിയായ പെൺകുട്ടിയായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങ് എന്റെ ബോട്ട് ഫുള്ളും തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങ് അതിലോട്ട് ഈ കാലത്ത് വെച്ചാല്, അതായത് ഈ അപ്പൊ ഈ ഭഗവാൻ ചവിട്ടി വരുന്ന എല്ലാ പൊടികളും സുന്ദരിയായ പെൺകുട്ടികളായിട്ട് മാറാണ്. അപ്പൊ അങ്ങ് അതേ പൊടി എന്റെ ബോട്ടിലോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാല് അവിടെ എല്ലാം പെൺകുട്ടികളെ കൊണ്ട് നിറയും. അപ്പൊ എനിക്ക് എല്ലാരെയും കൂടെ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങ് കയറുന്നതിന് മുമ്പ് കാല് കഴുകിയിട്ട് അകത്തോട്ട് കയറണം എന്ന് പറയും. അപ്പൊ ഭഗവാൻ ഇത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടിട്ട് ചിരിച്ചിട്ട് ഭഗവാൻ തിരിഞ്ഞു നോക്കും. അതായത് ലക്ഷ്മണനും സീതാദേവിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ നോക്കുക. അപ്പൊ അവരും സമ്മതിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഭഗവാന്റെ പാദം നല്ല വൃത്തിയെ കഴുകാണ്. എന്നിട്ട് നമ്മൾ ഈ ബോട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് താഴെ ചവിട്ടിയിട്ട് വേണമല്ലോ കയറാൻ. ആ താഴെ ചവിട്ടുന്നതിന് പകരം ഇദ്ദേഹത്തിന്റെ കൈ അവിടെ വെച്ചു കൊടുക്കുകയാണ്. അപ്പോ ഭഗവാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ചവിട്ടിയിട്ടാണ് ബോട്ടിലോട്ട് കയറുന്നത്. അങ്ങനെ ഇവര് മൂന്നുപേരും എന്നിട്ട് ബാക്കി സീതാദേവിയും ലക്ഷ്മണദേവന്റെയും പാദം കഴുകിയിട്ടാണ് അകത്ത് കയറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ബോട്ടില് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നടുക്കെത്തി. സീതാദേവി എന്ത് ചെയ്തെന്ന് വെച്ചാല് അതേ ദേവിയുടെ കയ്യിൽ കിടന്ന മുതിര മൂരി ഭഗവാന് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇത് അദ്ദേഹത്തിന് കൊടുക്കുക. കാരണം ഇവര് വനവാസത്തിനാണ് പോകുന്നത്. അപ്പൊ ഇവരുടെ കയ്യിൽ വലിയ സ്വർണ്ണമില്ല. പക്ഷെ ദേവിയുടെ കയ്യിൽ മുതിര ഉണ്ടായിരുന്നു. ആ മുതിര ഊരി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് അത് അദ്ദേഹത്തിന് കൊടുക്കാൻ. പക്ഷെ അദ്ദേഹം അത് മേടിച്ചില്ല. ഭഗവാൻ അത് അദ്ദേഹത്തിന് കൊടുത്തപ്പോ കേവത് പറഞ്ഞു, എനിക്കിത് വേണ്ട, നമ്മൾ ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല എന്ന് പറയും. അപ്പോ ഭഗവാൻ ചോദിക്കും, അതെങ്ങനെ ഒരേ ജോലി ചെയ്യാം? നീ ഒരു ബോട്ടുകാരനാണ്, ഞാനൊരു രാജാവാണ്, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരേ ജോലി ചെയ്യാ? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഒരാളെ ഇവിടുന്ന്
അപ്പുറത്ത് നദി ഒരാള് ഈ നദിയിൽ നിന്ന് ഈ നദിയുടെ അറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തോട്ട് വരാണ്. അങ്ങ് മനുഷ്യരെ ഈ ഭൂമിയിൽ നിന്നും ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയും. അപ്പൊ ഇത് കേട്ടിട്ട് ഭഗവാൻ സന്തോഷം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു രീതിയും കാര്യങ്ങളും കേട്ടിട്ട് ഭഗവാൻ സന്തോഷം. അങ്ങനെ ഭഗവാൻ ഇദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോ ഇദ്ദേഹത്തിന്റെ ആ ഭഗവാന്റെ അനുഗ്രഹം കാരണം ഇദ്ദേഹത്തിന് ഈ ജന്മം കഴിഞ്ഞ് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്താനും പറ്റും. പക്ഷെ ഇദ്ദേഹം ഇവിടെ എത്തിയതും ഈ പാദം കഴുകുന്നതിനൊക്കെ പിന്നില് ഇദ്ദേഹത്തിന്റെ മുൻജന്മത്തിൽ ഒരു കഥയുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹം മുൻജന്മത്തിൽ, അതായത് ഈ ബോട്ടുകാരനായിട്ട് ജനിക്കുന്നതിന് മുമ്പുള്ള ജന്മത്തില് ഇദ്ദേഹം ഒരു ആമയായിരുന്നു, ഒരു വലിയ ആമ, അതായത് ഭയങ്കര വലുപ്പമൊക്കെ ഉള്ള ഒരു ആമ. അപ്പൊ ഈ ഭഗവാൻ ഒരിക്കൽ ലക്ഷ്മി ദേവിയായിട്ട് നദിയിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ നദിയിൽ ഇങ്ങനെ നമ്മൾ വെക്കാറില്ല, അതേപോലെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ആമ ഭഗവാന്റെ കാലില്ലേ, അപ്പൊ അത് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഇതായതുകൊണ്ട് ഈ ആമയ്ക്ക് ഭഗവാന്റെ കാലിലൊന്ന് തൊടണം എന്നൊരാഗ്രഹം. അപ്പൊ ഇതിങ്ങനെ വരാണ് ഭഗവാന്റെ കാലിലേക്ക് തൊടാൻ വേണ്ടി. പക്ഷെ ലക്ഷ്മി ദേവി നോക്കുമ്പോ ഭഗവാന്റെ കാലിലേക്ക് ഒരു വലിയ ആമ വരുന്നത്. അപ്പൊ ഇനി ഭഗവാൻ വലുതും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തിരിക്കുന്ന അനന്തശേഷനോട് പറയും ആ ആമയെ മാറ്റി കളയാൻ പറയും. അങ്ങനെ അനന്തശേഷൻ അവർ കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടി ആമേനെ ദൂരത്തോട്ട് വിടും. ജസ്റ്റ് ഒന്ന് തട്ടി അത് ദൂരത്തോട്ട് പോയി. അപ്പോ ഈ ആമയ്ക്ക് ഈ ഭഗവാന്റെ കാലില് തൊടാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു ആഗ്രഹം ഈ ആമയ്ക്ക് ഒരുപാട് നാളുണ്ടായിരുന്നു. പക്ഷെ അത് പൂർത്തീകരിക്കാൻ അതിന് അടുത്ത ജന്മം എടുക്കേണ്ടി വന്നു. അപ്പൊ അടുത്ത ജന്മത്തില് ഈ ആമ കേവത്തായിട്ട് ജനിക്കുകയും ഭഗവാന്റെ കാല് കഴിവെടുക്കാൻ മാത്രമല്ല, തൊടാൻ മാത്രമല്ല, കഴിവാനും മാത്രമല്ല, ഈ ഭഗവാൻ ലക്ഷ്മി ദേവി ഈ നേരത്തെ മീനെ സമ്മതിച്ചുള്ളത് ലക്ഷ്മി ദേവി അതിന്റെ ശേഷനല്ലേ, അവരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ഭഗവാൻ അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഇദ്ദേഹത്തിന് കാല് കഴുകാൻ സമ്മതിച്ചത്. അപ്പോ നമ്മുടെ ഈ ഭഗവാൻ കഴിഞ്ഞ ജന്മത്തിലെ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഭഗവാന് സാധിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ സാധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഈ ജന്മം എടുക്കേണ്ടി വന്നു. അതിന് കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലെ ശുദ്ധമായിട്ടുള്ള ആ ഒരു ഭക്തി, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന് എത്രമാത്രം ശുദ്ധതയുണ്ടോ അതുകൊണ്ടാണ് ഭഗവാന്റെ കാലിൽ ഒന്ന് തൊടണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ ആ ശുദ്ധതയാണ് അദ്ദേഹത്തിന് ഈ ജന്മത്തില് അത് സാധിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ചിലപ്പോ ഭഗവാനെ തൊടാനോ എടുക്കാനോ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അത് നമുക്ക് സാധിച്ചെന്ന് വരില്ല. എല്ലാവർക്കും സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലവർക്ക് ഭഗവാന്റെ അത്രയും അനുഗ്രഹവും ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോ ഭൂലോക വൃന്ദാനത്തിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഭഗവാന്റെ കാലിൽ തൊടാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും എല്ലാവർക്കും അതുള്ള ഇതില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ ഭക്തി എത്രമാത്രം ശുദ്ധമാണോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഭക്തിക്ക് ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ഞാൻ ഇത്ര വലുതാണ് എന്നൊരിതൊന്നും ഇല്ലാത്ത ഭക്തിയാണെങ്കിൽ, അത് ഭഗവാന് വേണ്ടിയിട്ട് മാത്രമുള്ള ശുദ്ധമായിട്ടുള്ള ഭക്തിയാണെങ്കിൽ, നമ്മൾ ഇനി എത്ര ജന്മം ജനിച്ചെന്ന് പറഞ്ഞാലും അത് ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഭഗവാൻ ഉറപ്പായിട്ടും നമുക്ക് ഇത് തന്നിരിക്കും. കാരണം ഭഗവാൻ അത്രയും നമ്മളൊന്ന് എത്തി കൊടുത്താൽ മതി, ഭഗവാൻ ബാക്കി പിടിച്ച് കയറ്റിക്കോളും. അപ്പം ഇതേപോലെ ഗൗരംഗ മഹാപ്രഭു ഒരിക്കൽ കൂട്ടുകാരായിട്ട് കളിക്കുന്ന സമയത്ത്, കുട്ടിക്കാലത്ത് കൂട്ടുകാരുമായിട്ട് കളിക്കുന്ന സമയത്ത് ഒരു ചെളിയുടെ ഇതിൽ നിന്നും കുറെ പട്ടിക്കുട്ടികൾ കിടക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു വയ്യാത്ത ഒരു പട്ടിക്കുട്ടിയെ ഈ ഗൗരംഗ മഹാപ്രഭു എടുത്തോണ്ട് വരാണ്. അപ്പൊ എല്ലാ ചുറ്റുമുള്ളവർ നോക്കുമ്പോഴത്തേക്കും പട്ടിക്കുട്ടിയെ ഗൗരംഗ മഹാപ്രഭു എടുത്തു. അപ്പൊ ആ സമയത്ത്, അന്നത്തെ കാലത്ത്, അതായത് അത് പഴയ കാലമാണ്, അപ്പൊ ബ്രാഹ്മണർ ഇങ്ങനെ തെരുവിലൊക്കെ കിടക്കുന്ന പട്ടിക്കുട്ടികളെ എടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം ഗൗരംഗ മഹാപ്രഭു ഒരു വലിയ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയൊരു പണ്ഡിതനാണ്. അപ്പൊ ആ ഒരു ഇതില് അദ്ദേഹം ഇങ്ങനെ തെരുവിൽ കിടക്കുന്ന പട്ടികളെ ഒന്നും എടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പൊ കൂട്ടുകാരൊക്കെ പറയും നീ എന്തിനാണ് പട്ടീനെ എടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗൗരവ മഹാപ്രഭു പറയും ഞാൻ ഇതിനെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയോളാം, നമുക്ക് ഇതുമായിട്ട് എല്ലാ ദിവസവും കളിക്കാലോ എന്ന് പറയും. അങ്ങനെ ഇവര് ഈ പട്ടിക്കുട്ടീനെ എടുത്തോണ്ട് വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ അപ്പൊ സച്ചിമാത ഇല്ലായിരുന്നു, സച്ചിമാത പുറത്തു പോയിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഗൗരംഗ മഹാപ്രഭു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പട്ടിക്കുട്ടീനെ നന്നായിട്ട് കഴുകുകയൊക്കെ ചെയ്തിട്ട് ഇതുമായിട്ട് കളിക്കാൻ തുടങ്ങും. അങ്ങനെ ഇവര് കുറെ നേരം കളിക്കും. അപ്പൊ കളിച്ച് അവസാനം ഈ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ ഒരു അടി ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം കുട്ടികൾ കുറെ നേരം നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യം വരുമ്പോൾ അടിയാവും. അതേപോലെ ഈ കൂട്ടുകാരുടെ ഇടയിൽ ഒരു അടിയാവും.
അപ്പൊ ഗൗരംഗ മഹാപ്രഭു ഒരു സൈഡ്, അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു കൂട്ടുകാരൻ മറ്റൊരു സൈഡ്. അപ്പൊ ഇവർ തമ്മിൽ അടി. അവസാനം ഈ കൂട്ടുകാരൻ പട്ടിക്കുട്ടി, അപ്പൊ ഗൗരംഗ മഹാപ്രഭു പറയും, നീ ഇവിടുന്ന് പൊക്കോ, നീ പട്ടിയുമായിട്ട് കളിക്കേണ്ട, നീ ഇവിടുന്ന് പൊക്കോളാൻ പറയും. അപ്പൊ ഈ കുട്ടിക്ക് ദേഷ്യം വന്നിട്ട് ഈ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് സച്ചിമാതയെ കാണാം. അപ്പൊ ഗൗരംഗ മഹാപ്രഭു ഇതെങ്ങനെയെങ്കിലും സച്ചിമാതയിൽ നിന്ന് ഒളിച്ചു വെച്ചൊക്കെ നോക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പൊ ഈ കുട്ടി പോകുമ്പോഴത്തേക്ക് സച്ചിമാതയെ കാണാം. അപ്പൊ കുട്ടിക്ക് ഈ മഹാപ്രഭുവിനോടുള്ള ദേഷ്യം കാരണം കുട്ടി പറയും, സച്ചിമാത അങ്ങയുടെ പുത്രൻ, അല്ലെങ്കിൽ ഗൗരംഗ അവിടെ നിന്നിട്ട് പട്ടിക്കുട്ടിയായിട്ട് കളിക്കുകയാണ്, അതും ഇന്നടുത്ത് നിന്ന് കിട്ടിയ പട്ടിക്കുട്ടിയാണ്, അവനാണെങ്കിൽ അതിനെ എടുത്തു വെക്കുന്നുണ്ട്, മടിയിൽ കിടത്തുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാണെന്ന് പറയും. സച്ചിമാത ഇത് കേൾക്കുന്ന ഉടനെ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോ ശരിയാണ്, ഗൗരംഗ ആ പട്ടിക്കുട്ടി എടുത്ത് മടിയിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ, ഇത് കാണുമ്പോ സച്ചിമാതയ്ക്ക് ദേഷ്യം വരും. അപ്പൊ സച്ചിമാത പറയും, നീ ഒരു ബ്രാഹ്മണൻ, ഒരു വലിയ പണ്ഡിതനായിട്ടുള്ള ബ്രാഹ്മണന്റെ മകനാണ്, എന്നാ നീ ഇത് ചെയ്യുന്ന കാണുമ്പോ മറ്റുള്ളവർ എന്താണ് വിചാരിക്കുക, അവര് നിന്നെ ഈ കുടുംബത്തെ പറ്റി എന്തായിരിക്കും വിചാരിക്കുക, നീ ആ പട്ടിക്കുട്ടീനെ അവിടെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് പറയും. അപ്പൊ മഹാപ്രഭു പറയും, ഇല്ല, ഞാൻ ഇത് കളയില്ല, എനിക്ക് ഈ പട്ടിക്കുട്ടിയെ വേണം, എനിക്ക് ഇതുമായിട്ട് കളിക്കാനൊക്കെ ഉള്ളതാണ്, അമ്മ പൊക്കോളൂ, മറ്റുള്ളവരൊന്നും പറയില്ല എന്നൊരിതില് ഗൗരംഗ മഹാപ്രഭു പറയും. അപ്പൊ സച്ചിമാതയ്ക്ക് എന്തായാലും ഗൗരംഗ മഹാപ്രഭുവിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യാനുള്ള ഇതില്ല, കാരണം മാതയ്ക്ക് അറിയാത്ത ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സച്ചിമാത പറയും, ശരി, എന്നൊരു കാര്യം ചെയ്യും, നീ ആ കളിച്ച് നിന്റെ ദേഹം എല്ലാം ഫുള്ള് ചെളിയൊക്കെ ആയിട്ടുണ്ട്, നീ നമുക്ക് പോയി കുളിച്ചിട്ട് വരാം, അതുവരെ ഈ പട്ടിക്കുട്ടി ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയും. അപ്പോ ഗൗരംഗ മഹാപ്രഭു ആദ്യമൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ ദേഹത്തുള്ള ഇതൊക്കെ കാണുമ്പോൾ ശരി കുളിക്കാൻ പോവാന്നുള്ള രീതിയിൽ ഒരു പട്ടീനെ ഭയങ്കര ഇതായിട്ട് കെട്ടിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവര് കുളിക്കാൻ വേണ്ടിയിട്ട് നദിയിലോട്ട് പോവാണ്. എന്നിട്ട് ഭഗവാൻ അവിടെ കൂട്ടുകാരായിട്ട് ഭയങ്കര ഇതായിട്ട് കളിച്ച് ചിരിച്ചൊക്കെ കുളിക്കാണ്. ഈ സമയം കൊണ്ട് സച്ചിമാത, അപ്പൊ സച്ചിമാതേനെ അത്രയും വിശ്വസിച്ചിട്ടാണ് ഭഗവാൻ അങ്ങോട്ടേക്ക് പോകുന്നത്, വിശ്വസിച്ച് പട്ടിക്കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ സച്ചിമാത ഈ സമയം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരെയും ആ പട്ടിക്കുട്ടിയെ അഴിച്ചുവിടുകയും ചെയ്യാണ്. അപ്പൊ അത് അഴിച്ചുവിട്ട സമയത്ത് അതങ്ങനെ ഓടുകയാണ്. അപ്പൊ ഈ ഇദ്ദേഹം, അതായത് ഈ ഒരു കൂട്ടുകാരൻ, അതിൽ നിന്ന് കുളിച്ചുകൊണ്ടിരുന്നതില് കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഒരു കൂട്ടുകാരൻ ഈ പട്ടിക്കുട്ടി ഓടുന്നത് കാണാണ്. ഉടനെ തന്നെ ഗൗരംഗ മഹാപ്രഭുവിനോട് വന്ന് പറയണതോ, നിന്റെ പട്ടിക്കുട്ടി ഓടിപ്പോയി എന്ന് പറയാണ്. അപ്പൊ ഗൗരംഗ മഹാപ്രഭു ആ സമയത്ത് ദേഹത്തുള്ള ചളിയൊക്കെ കളഞ്ഞ് നല്ല ഗോൾഡൻ മഹാപ്രഭുവിന്റെ യഥാർത്ഥ കളർ, അതായത് നല്ല ഗോൾഡൻ കളറിലൊക്കെ ഇങ്ങനെ വന്നിട്ട് നോക്കുമ്പോ പട്ടിക്കുട്ടിയെ കാണാനില്ല. അപ്പൊ അത് മഹാപ്രഭു വരുന്നതിന് മുമ്പ് അത് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ മഹാപ്രഭു ഭയങ്കര കരച്ചിലായിരുന്നു, അതായത് ഈ പട്ടിക്കുട്ടിയെ വേണം എന്നുള്ള ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ എന്നിട്ട് സച്ചിമാതേനെ ഭയങ്കര വഴക്ക് പറയുന്നത്, അമ്മയാണ് ഇത് അഴിച്ചു വിട്ടത്, അമ്മ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്ക് പറയാനും ഭയങ്കര കരച്ചിലും. അപ്പൊ സച്ചിമാത ഗൗരംഗ മഹാപ്രഭുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും, ഞാൻ അഴിച്ചു വിട്ടതല്ല, മേ ബി ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കും, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ ഇല്ലേ, ഞാനിത് കണ്ടിട്ടേ ഇല്ല, ഞാൻ ഇവിടെ ഇല്ലേ, ഞാൻ നിന്റെ കൂടെ നിന്നിട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് പോയതാണ്, ഞാൻ ഇത് കണ്ടിട്ടില്ല, വല്ലതും എടുത്തോണ്ട് പോയതായിരിക്കും എന്ന് പറയണം. പിന്നെ പക്ഷെ അങ്ങനെ അവസാനം എന്നിട്ട് പറയണം, നീ പേടിക്കേണ്ട, നമുക്ക് വേറൊരെണ്ണം മേടിക്കാം, നമുക്ക് വേറൊരെണ്ണം എടുക്കാം എന്നൊക്കെ പറഞ്ഞ് മഹാപ്രഭുവിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യണം, ഇപ്പൊ മഹാപ്രഭു ഒരുവിധം നമുക്ക് കുറച്ചു നേരം ആ ഒരു ഇതുണ്ടാവും, അത് കഴിയുമ്പോൾ നമുക്ക് അത് വിടൂലേ. അതേപോലെ വേറൊരു സംഭവം കണ്ടപ്പോ മഹാപ്രഭു കാരണം മഹാപ്രഭു അത്രയും ചെറുതാണ്, കുട്ടിയാണ്. എന്നിട്ട് മഹാപ്രഭു വേറെ കാര്യങ്ങളായിട്ട് പോവാണ്. പക്ഷെ ഈ പട്ടിക്കുട്ടി ഓടി 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 എത്തുന്നത് എവിടെയാണെന്നറിയോ, ഭഗവാന്റെ അടുത്തേക്കാണ്. അതായത് മഹാപ്രഭുവിന്റെ ആ ഒരു സ്പർശനം, അല്ലെങ്കിൽ മഹാപ്രഭു എടുത്തു വെച്ച ആ ഒരു ഇതിന്റെ പേരില് ഈ പട്ടിക്കുട്ടിക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തേണ്ട ഇത് വരാണ്. കാരണം നമുക്കറിയാം, ഒരു പട്ടിയുടെ ജന്മം എന്ന് പറയുന്നത് ഇത്ര ജന്മം കഴിയും, അത് കഴിഞ്ഞ് എത്രയോ ജന്മങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഈ പട്ടിക്ക് ഒരു മനുഷ്യ ജന്മം കിട്ടുക. എന്നിട്ട് ആ മനുഷ്യ ജന്മം ഇനി ഈ പട്ടി ഇതിന്റെ കർമ്മബലം അനുസരിച്ച് ഇത് മനുഷ്യൻ ജന്മത്തിലെ ഭഗവാന്റെ അടുത്തേക്ക് എത്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അത്രയും ജന്മങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ എന്നാല് അന്ന് മഹാപ്രഭു ഇത്രയും ഇതിൽ നിന്ന് ഒരെണ്ണത്തിനെ എടുത്ത് ആ ഒരു ഇത് കൊണ്ട് അദ്ദേഹത്തിന് ആ പട്ടിക്ക് എന്ത് കിട്ടാണ്, അത് ഭഗവാന്റെ
ദൂതന്മാരെ നേരിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. പാലുശുഭു എത്രയോ വലിയ ഭക്തന്മാർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ് ഭഗവാന്റെ ഇതിൽ രഥത്തിൽ വന്നിട്ട് നേരിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അതാ പട്ടിയുടെ കുഞ്ഞിന് കിട്ടാണ്. അപ്പൊ അത്രയും മഹാപ്രഭുവിന്റെ ആ ഒരു കാരുണ്യം അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം, അതിന്റെ ചിലപ്പോ അത് മറ്റേ കർമ്മ അദ്ദേഹത്തിന്റെ മുൻ ജന്മങ്ങളിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിരിക്കും. അതുകൊണ്ടാണല്ലോ അതിനൊരു പട്ടിയുടെ ജന്മം കിട്ടിയത്. ഇനി അങ്ങോട്ട് ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ട ഒന്നായിരിക്കും. പക്ഷെ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് അതിനെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റി. അതിന്റെ യഥാർത്ഥ ശരീരത്തിൽ അദ്ദേഹത്തിന് തിരിച്ച് മഹാപ്രഭുവിന്റെ അടുത്തേക്ക് എത്താൻ പറ്റി. അപ്പൊ മഹാപ്രഭു അത്രയും കാരുണ്യാണ്. അദ്ദേഹം ഒന്ന് തൊട്ടതുകൊണ്ടാണ് ആ പട്ടിക്ക് എന്ന് കിട്ടിയത്. അപ്പൊ ആ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്ന മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം, നമ്മളോട് പറഞ്ഞതാണ്. അപ്പൊ ഇപ്പോ നമുക്ക് മഹാപ്രഭുവിനെ കാണാൻ പറ്റുന്നില്ല, നമുക്ക് മഹാപ്രഭുവിനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളില് മഹാപ്രഭു ഉണ്ട്. അത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ കൂടിയാണ് നമ്മുടെ ഉള്ളിൽ മഹാപ്രഭു ഉള്ളത്. അപ്പൊ ആ മന്ത്രം നമ്മൾ എത്രത്തോളം ജപിക്കുന്നു അത്രത്തോളം മഹാപ്രഭുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്ന് തൊട്ടതാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ നാവിൽ തന്നെ മഹാപ്രഭു ഉണ്ട്. അപ്പൊ നമുക്കും എന്തുമാത്രം കാരുണ്യായിരിക്കും മഹാപ്രഭു വയ്ക്കേണ്ടത്. അപ്പൊ നമ്മള് മാക്സിമം നമ്മുടെ ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. നമ്മുടെ ഭക്തിയില് എന്താണ് വേറെ കാര്യങ്ങളൊന്നും അതിലോട്ട് ആഡ് ചെയ്യാതെ ഭക്തി മാത്രം, ശുദ്ധ ഭക്തി എവിടെയുണ്ടോ അവിടെ മാത്രമേ ഭഗവാനും ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഭക്തിയും കൊണ്ട് മുന്നോട്ട് പോവാ. ഹരികൃഷ്ണ മഹാമന്ത്രം കൂടുതലും ജപിക്കുക. നമ്മളിപ്പോ 16 മാല ജപിച്ചു കഴിഞ്ഞാൽ ഇന്നത്തേക്ക് ഇനി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രത്തോളം ഒരു ദിവസം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ജപിക്കുക. കാരണം 16 മാല എന്ന് പറയുന്നത് ഒരു പ്രഭുപാദ് എടുത്ത ഒരു കണക്കാണ്. പക്ഷെ ഇപ്പൊ രാവിലെയൊക്കെ 16 മാല ജപിച്ച് തീരുന്നവര് പിന്നെ വൈകിട്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ നമുക്ക് വീണ്ടും ജപിക്കാം. നമ്മൾ എത്രത്തോളം ജപിക്കുന്നു അത്രത്തോളം ഭഗവാൻ അല്ലെങ്കിൽ മഹാപ്രഭുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാരുണ്യം കൂടിക്കൊണ്ടേയിരിക്കും.